സദ്ഗുരുഭ്യോ നമ. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഭഗവാൻ പരശുരാമന്റെ അവതാരത്തെ പറ്റി മനസ്സിലാക്കാം. കൃഷ്ണ കാർത്തവീര്യാർജുനനാം ഹേയ നരാധിപൻ ആസ്തയാ പണ്ട് ദത്താത്രേയന മുനീന്ദ്രനെ സേവിച്ച കേശവാംശനാകിയ മുനിവരൻ ഭാവശുദ്ധിയെ കണ്ടു തെളിഞ്ഞു വരം നൽകി. 1000 കരങ്ങളോ അഷ്ടൈശ്വര്യങ്ങൾ പരമായുസും വീര്യ ശൗര്യ വിത്താദി ഗുണങ്ങളോ എന്നിവ വേണ്ടും വരമൊക്കവേ ലഭിക്കയാൽ മനവൻ മദത്തനായി സഞ്ചരിക്കുമ്പോൾ നിർമ്മലയായിടിന നർമ്മദാ നദി തന്നിൽ നിർമ്മല ഗാത്രിമാരാം കാന്തമാരോടും കൂടി ഹസ്തങ്ങൾ കൊണ്ടു സേതു ബന്ധിച്ചു. ജലക്രീഡമദ്ദനായി വരുന്ന നേരത്ത് ദശാനൻ ചെന്ന് നർമ്മദാതീരെ വസിക്കൂ നേരത്തെങ്കിൽ മനവൻ ജലക്രീഡ ചെയ്തുടൻ കരേറിനാൻ ഭൂപതികരം കൊണ്ടു തടുത്ത ജലം വന്ന് ഭാവിയാം ദശാനനൻ തന്നെയോ മുക്കിടിനാൻ. കോപേന ദശാനനൻ വാർത്തകൾ അറിഞ്ഞ് അപ്പോൾ ഭൂപതിയോട് ചെന്ന് യുദ്ധവോ തുടങ്ങിനാൻ. ഭഗവാൻ പരശുരാമന്റെ അവതാരത്തെ പറ്റി പ്രകീർത്തിക്കുകയാണ്. സാക്ഷാൽ ശ്രീഹരിയുടെ അംശമായിരിക്കുന്ന കേരളീയര് ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നതുമായിരിക്കുന്ന ഭഗവാൻ പരശുരാമന്റെ അവതാരത്തിന് ശേഷം അദ്ദേഹം എങ്ങനെ ക്ഷത്രിയ കുലങ്ങളെ ഇല്ലായ്മ ചെയ്തു, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഭഗവാൻ ശുകബ്രഹ്മർഷി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഹേഹേയ കുലത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ അധിപനായിരുന്നു കാർത്തവീര്യാർജുനൻ. ക്ഷത്രിയ സംഘത്തിൽ അദ്ദേഹം വളരെ ശ്രേഷ്ഠനുമായിരുന്നു. കാർത്തവീര്യാർജുനൻ ശ്രീ നാരായണന്റെ അംശമായ ദത്താത്രേയ മുനിയെ അദ്ദേഹം കഠിനമായ തപസ്സുകൊണ്ട് പൂജിച്ച് സന്തോഷിപ്പിച്ച് വരം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. അങ്ങനെ കഠിനമായ തപസ്സുകൊണ്ട് പ്രസാദിച്ച് പ്രത്യക്ഷനായ മുനി ഋഷീശ്വരൻ ദത്താത്രേയ ഭഗവാൻ 3 അംശം കൂടെ ചേർന്നതാണല്ലോ. ബ്രഹ്മാവും മഹേശ്വരനും വിഷ്ണുവും കൂടി ചേർന്നതാണ് ദത്താത്രേയൻ എന്ന് പറയുന്നത്. 3 പേരും നൽകുന്ന വരം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ ഭക്തിയൊക്കെ കണ്ട് അദ്ദേഹത്തിന് വരത്തെ നൽകി. പെട്ടെന്ന് സന്തോഷിച്ചിട്ട് കാർത്തവീര്യാർജുനൻ പറഞ്ഞു, എനിക്ക് 1000 കൈകൾ വേണം. ആയിക്കോട്ടെ, തഥാസ്തു. ഉടനെ പറയുകയാണ്, മറ്റ് ശത്രുക്കൾക്ക് എന്നെ കീഴടക്കാൻ പറ്റാത്ത പരാക്രമം വേണം. പിന്നെയോ തടസ്സമില്ലാത്ത ഇന്ദ്രിയ വ്യാപാരമാകുന്ന ആ ഇന്ദ്രിയ ബലം വേണം. അതാണ് ഓജസ് എന്ന് പറയുന്നത്. ഓജസ് വേണം, ധനം വേണം, ശരീരകാന്തി വേണം, ബുദ്ധി, ബലം, കീർത്തി, ശരീരബലം, ഐശ്വര്യം, ഇതെല്ലാം ബലവും ശരീരബലവും തപോബലവും ഇതെല്ലാം എനിക്ക് വേണം. അങ്ങനെ അദ്ദേഹത്തോട് വരം വാങ്ങി. അണിമാദികളാകുന്ന സിദ്ധികളും എനിക്ക് അനുഭവസാധ്യമായിട്ട് ഇരിക്കണം. അങ്ങനെ അണിമാദികളായ സിദ്ധികളും അദ്ദേഹത്തിന് തപസ്സുകൊണ്ട് സാധ്യമായി ദത്താത്രേയ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇപ്രകാരമുള്ള
ആ പ്രഭാവം നിമിത്തം തടസ്സമില്ലാത്ത ഗതിയോടുകൂടി വായു സഞ്ചരിക്കുന്നത് പോലെ ഇദ്ദേഹം എല്ലായിടത്തും കടന്നു ചെന്ന് സഞ്ചരിച്ചെത്തിച്ചേർന്ന് കടന്ന് അദ്ദേഹത്തിന്റെ ഭുജബലത്തെ പ്രകടമാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരിക്കല് നർമ്മദാ നദിയില് തന്റെ ഭാര്യമാരോടൊക്കെ ഒത്ത് ഇറങ്ങി. വലിയ ഭീമാകാരമായ സ്വരൂപമാണല്ലോ, പോരാത്തതിന് 1000 കൈകളും. ഒപ്പം മതം വർദ്ധിക്കാൻ പാകത്തിന് കൂടെ നടക്കുന്ന ആ സ്ത്രീകളുടെ മുന്നിലാണല്ലോ ആൾക്കാർ പരാക്രമമൊക്കെ കാണിച്ച് സാഹസികത കാണിച്ച് താൻ ശ്രേഷ്ഠനാണെന്നൊക്കെ വെളിവാക്കി കൊടുക്കുന്നത്. അപ്പൊ തന്റെ ഭാര്യമാരായിരിക്കുന്ന സ്ത്രീകളോടൊപ്പം നദിയിൽ ഇറങ്ങി കുളിച്ച് തന്റെ 1000 ഭുജങ്ങളെ കൊണ്ട് നദീജലത്തെ അദ്ദേഹം തടഞ്ഞു നിർത്തി. അപ്പൊ ഇതൊന്നും അവിടെ രാവണൻ ആ ഭാഗത്തേക്ക് വന്നു. അത് യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടരും എല്ലാം കൂടെ ഈ മാഹിഷ്മതിപുരിയുടെ താഴെ ഭാഗത്തായിട്ട് ഇരുന്ന് വിശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം മുകളിൽ കുളിക്കുന്നതൊക്കെ വളരെ ദൂരെയാണ്, അവരറിയുന്നൊന്നുമില്ല. എന്തായിരുന്നാലും കുറെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പണ്ട് നമ്മുടെ നാട്ടില് ഡാം തുറന്നു വിട്ടതുപോലെ, ഒരു മഠയന്റെ പേര് പറയുമല്ലോ, ഡാം തുറന്നു വിട്ടെ, അതുകൊണ്ടൊക്കെ പെട്ടെന്ന് കാർത്തികവീരാർജുനൻ കുളി കഴിഞ്ഞ് കരയേറി അദ്ദേഹം തന്റെ ബാഹുക്കളെ കൊണ്ട് തടഞ്ഞു വെച്ചിരുന്ന ജലം അണ പൊട്ടി ഒഴുകുന്നത് പോലെ സർവത്ര ഒഴുകി നദിയും കുത്തിയൊലിച്ച് അതിന്റെ കരയിലുള്ള ആ ഭാഗങ്ങളെല്ലാം കുത്തിയൊലിപ്പിച്ചുകൊണ്ട് വന്നു. രാവണന്റെ കുറച്ച് പ്രജകള്, ശിഷ്യരവിടെ ഇരുന്നവര്, അദ്ദേഹത്തിന്റെ ഭൃത്യന്മാര്, അവരെയൊക്കെ ഒഴുക്കിക്കൊണ്ട് ഈ ജലം കടന്നുപോയപ്പോ പെട്ടെന്ന് രാവണന് കോപം വന്നു. അദ്ദേഹം ചെന്ന് ആരാണ് ഇതിന്റെ കാരണമെന്ന് കണ്ടറിയണമല്ലോ. അന്നത്തെ കാലത്ത് കണ്ടറിഞ്ഞ് ശിക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അറിഞ്ഞിട്ടും ശിക്ഷിക്കാനുള്ള മാർഗമൊന്നുമില്ല. അഥവാ ശിക്ഷിക്കാനുള്ള മാർഗം വേണേ അടുത്ത 5 വർഷം കാത്തിരിക്കേണ്ടി വരും. രാവണൻ അങ്ങനെയായിരുന്നില്ല, ശിക്ഷിക്കാൻ അന്നേരം തന്നെ തീരുമാനിച്ചു. കടന്നു ചെന്നു, കണ്ടെത്തി കാർത്തികവീരാർജുനനെ. അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്തു. സർവശക്തനാണല്ലോ രാവണനും. പക്ഷേ നിമിഷം കൊണ്ട് കാർത്തികവീരാർജുനൻ രാവണനെ ബന്ധനത്തിലാക്കി കൊണ്ടുപോയി മാഹിഷ്മതിപുരിയിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പം അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടു വരണ്ടേ? ആരാണ് അതിന് തയ്യാറാകാൻ പോവുക? അദ്ദേഹത്തിന്റെ അച്ഛനായ വിശ്രവസിന്റെ അച്ഛൻ പുലസ്ത്യ മഹർഷി അവിടെ ചെന്ന് കാർത്തികവീരാർജുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാമങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ സ്വസ്ഥമാക്കിക്കൊണ്ട് വരികയും ചെയ്തു. അതാണ് പറയുന്നത്. പാപിയാം ദശാനനൻ തന്നെയും മുക്കിടിനാൻ കോപേന ദശാനനും വാർത്തകൾ അറിഞ്ഞ് അപ്പോൾ ഭൂപതിയോടു ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. നീലക്കാർ വേണിമാർകൾ കാൺകവേ നരപതി ലീലയാ രാവണനെ ബന്ധിച്ചു പാശങ്ങളാൽ കൊണ്ടുപോയി കാരാഗ്രഹേ വെച്ചിതു പല കാലവും. കുറേയേറെ കാലം കാർത്തികവീരാർജുനന്റെ കാരാഗ്രഹത്തിൽ കിടന്നു. അദ്ദേഹം തിരിച്ചു വരുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് പുലസ്ത്യ മഹർഷി അവിടെ ചെന്ന് തിരിച്ചുകൊണ്ടിരുന്നത്. തന്റെ പുത്രന്റെ പുത്രനാണല്ലോ എന്നുള്ള ഓർമ്മയിൽ കണ്ടകൾ തന്നെ കൊണ്ടു ഗമിച്ചു പുലസ്ത്യനോ. പിന്നെ അങ്ങൊരു ദിനം ഭൂപതി നായാട്ടിനായി ചെന്നിതോ ജമദഗ്നി വാഴുന്ന വനം തന്നിൽ. ആശ്രമ സമീപത്തിൽ ചെന്നപ്പോൾ മഹാമുനി ശാശ്വത ധർമ്മമോർത്തു പൂജിച്ചാൻ നരേന്ദ്രനെ. ഇദ്ദേഹം രാജാവാണല്ലോ. അദ്ദേഹം ഒരിക്കൽ നായാട്ടിനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ് നായാടി ക്ഷീണിതനായിട്ട് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ നിത്യഹോമങ്ങളുമൊക്കെ ചെയ്ത് സ്വസ്ഥനായി ജീവിക്കുകയാണ് ജമദഗ്നി മഹർഷി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെത്തി കഴിഞ്ഞപ്പോഴ് ശാശ്വത ധർമ്മം, മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ധർമ്മമായിട്ടുള്ളത് ഒഴിവാക്കാൻ പാടില്ലാത്തതുമായ ആതിഥ്യ മര്യാദകളെ കാണിച്ചു. അവിടെ ചെന്നു അവർക്ക് വേണ്ട വസ്തുക്കളെയൊക്കെ നൽകി, കുടിക്കാന്
ക്ഷീണം തീർക്കാൻ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നൽകി. അപ്പം അവരോട് കുശലപ്രശ്നമൊക്കെ ചെയ്തു. അവർ പറഞ്ഞു ലഘു ഭോജനമൊക്കെ കഴിച്ചു. അപ്പൊ അവർക്ക് വിശപ്പുണ്ട്, അവർക്ക് നല്ലതായിട്ട് ആഹാരം കഴിക്കണം. ശരി, മുനി പറഞ്ഞു സ്വല്പം ഒന്ന് വിശ്രമിക്കൂ, ആഹാരത്തിനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്യാം എന്നറിഞ്ഞ് അദ്ദേഹം അവരെ വിശ്രമിക്കാനൊക്കെ അയച്ചു. എന്നിട്ട് മുനി കാമധേനുവിനെ ധ്യാനിച്ചു. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ തന്നെയുണ്ട് കാമധേനു എന്ന പശു. ക എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അർത്ഥം. ആഗ്രഹത്തെ നിറവേറ്റുമ്പോൾ കാമധേനു, അതാണ് കാമധേനു എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെ. ക എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവെന്നൊരു അർത്ഥമുണ്ട്. കാമധേനു, ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നവൾ കാമധേനു. ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന കാമധേനു നമുക്കുണ്ട്. അതിന് നമ്മൾ ഭൂമി എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹമൊന്നും ഭൂമിയിൽ പ്രകടിപ്പിക്കാറില്ല. പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെ ഭൂമിയിൽ പ്രകടിപ്പിക്കുന്ന കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ 100 ഇരട്ടി ഭൂമി തരും. കാരണം ഭൂമിക്ക് തന്നെ ആഗ്രഹമുണ്ട്, ആർക്കും ദൗർഭിക്ഷ്യം അരുത്, എല്ലാവരും സുഭിക്ഷമായിരിക്കണമെന്ന്. കാമധേനു എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് സത്യത്തില്. അത് ഇനിയും ഭഗവാന്റെ അവതാരത്തോട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പൊ എന്തായിരുന്നാലും കാമധേനുവിനെ ധ്യാനിച്ചു. കാമധേനു വേണ്ടിയ പദാർത്ഥങ്ങളെയൊക്കെ മുനിക്ക് നൽകി. ആ ഭോജനങ്ങളൊക്കെ കൊടുത്ത് കാർത്തികവീരാർജുനും കൂട്ടരും സംതൃപ്തരായി. പക്ഷെ അദ്ദേഹം താനാണ് സർവശക്തൻ, താനാണ് കീർത്തിമാൻ, താനാണ് രാജാവ്, ചക്രവർത്തി എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ദിവ്യങ്ങളായിട്ടുള്ളതൊക്കെ തനിക്ക് വേണമെന്നൊരാഗ്രഹം. കാരണം അതിനെ അനുഭവിക്കാൻ യോഗ്യൻ താനായതുകൊണ്ട് ഈ കാമധേനു എന്ന പശുവിനെയും നമുക്ക് വേണം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തയുണ്ടായി. ആശ്രമ സമീപത്തിൽ ചെന്നപ്പോൾ മഹാമുനി ശാശ്വത ധർമ്മമോർത്തു പൂജിച്ച നരേന്ദ്രനെ മഹാമുനി ഹോമധേനു തന്നുടെ മേലിൽ നിന്ന് കാമിത പദാർത്ഥങ്ങളൊക്കെ പുറപ്പെട്ടു സ്വർഗതുല്യമായി വന്നു. കാലനമതു നേരവോ അഗ്രേ ഭോജനങ്ങളും എത്രയോ ചിത്രമോ. കാമധേനുവിൽ നിന്ന് വേണ്ടതെല്ലാം കിട്ടി, സർവവും ലഭിക്കുന്ന സ്വർഗതുല്യമായിട്ട് വന്നു ആ കാനനം. എന്ന് വേണ്ട എന്തെല്ലാമാണോ ഭക്ഷിക്കാനുള്ള പദാർത്ഥങ്ങൾ അതൊക്കെയും കാമധേനുവിന്റെ സന്തോഷത്തോടുകൂടി ഭൂമിയിലേക്ക് പ്രദാനം ചെയ്തു. ആ തന്റെ സംരക്ഷകനായിരുന്ന ജമദഗ്നിക്ക് ദാനം ചെയ്തു. അഗ്രേ ഭോജനങ്ങളും എത്രയും ചിത്രമോ സ്വൈര്യമായി ഭോജനവും കഴിച്ചു നരപതി പോരുമ്പോൾ നിജഹൃതി ചിന്തിച്ചാൻ വിധിബലാൽ ഈശ്വരന്റെ നിയോഗം കൊണ്ട് ഒന്ന് കണ്ടിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. എന്താണ്? ഗാധിയുടെ പുത്രിയായ സത്യവതി, ആ സത്യവതിയുടെ അമ്മയും ഋചീകനാകുന്ന ബ്രാഹ്മണൻ നേദിച്ചു വെച്ചിരുന്ന മന്ത്രങ്ങളെ കൊണ്ട് ശുദ്ധമായ ഉദകത്തെ മാറി മാറി ഭുജിക്കാൻ തോന്നിയ വിധി. ആ വിധി എന്തിനാണ്? ഭഗവാൻ അവതരിക്കാനുള്ള ഒരു മൂലഭൂതമാകുകയായിരുന്നു. ആ വിധി തന്നെ ഇവിടെയും പ്രവർത്തിച്ചു. അറിഞ്ഞോ അറിയാതെയോ എല്ലാം തനിക്ക് സ്വാധീനമാണെന്ന് അറിഞ്ഞിട്ടും ഈ കാമധേനു തനിക്ക് സ്വന്തമാകണമെന്ന് ഒരു ചിന്ത. ഇങ്ങനെയുള്ള ചിന്തകളാണല്ലോ നാശത്തിന് കാരണം. അതിന് സ്വാർത്ഥത അല്ലെങ്കിൽ കാമം എന്ന് പറയും. ഒന്നിനെ ആഗ്രഹിക്കുക, അത് കിട്ടിയില്ല എങ്കിൽ കിട്ടാനായി പ്രവർത്തിക്കുക. അപ്പൊ പ്രവൃത്തി തന്നെ ദുഃഖമാണ്, കഠിനമാണ്. ആ പ്രവൃത്തിയിൽ കിട്ടി അനുഭവിക്കുന്ന സുഖം, അതിയായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ പോകാം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജീവൻ പോകാം. എത്രയായിരുന്നാലും ആഗ്രഹങ്ങള് നമുക്ക് പാടില്ല. പിന്നെയോ അപ്പൊ ഈശ്വരപ്രാപ്തി പലരും പെട്ടെന്ന് ചോദിക്കുന്നതാ. ഈശ്വരപ്രാപ്തി എന്നുള്ളത് ഒരു ആഗ്രഹമല്ലേ? അല്ല, അത് ജീവന്റെ ലക്ഷ്യമാണ്. അത് ആഗ്രഹമായിട്ട് പറയാൻ സാധിക്കുകയില്ല. ഓരോ ജീവനിലും നിയോഗിച്ചിരിക്കുന്നതാണ് ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളത്. അത് ജീവന്റെ ലക്ഷ്യമാണ്, ആഗ്രഹമല്ല. അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹം വളരെ ആലസ്യത്തോടുകൂടി, വിഷമത്തോടുകൂടി ഈ കാമധേനു തനിക്ക് സ്വന്തമാകണമെന്ന് ഉള്ള ചിന്തയോടുകൂടി കൊട്ടാരത്തിലെത്തി. പോരുമ്പോൾ
നിജഹൃതി ചിന്തിച്ചാൻ വിധിബലാൽ ചിത്രമെത്രയോ ഹോമധേനുവിൻ മഹത്വങ്ങൾ. അയ്യോ ആശ്ചര്യം തന്നെ ഈ ഹോമധേനുവിന്റെ മഹത്വമേ. എന്തു ചോദിച്ചാലും തരും. വസ്ത്രം വേണോന്ന് പറഞ്ഞാൽ വസ്ത്രം, ലഡു വേണോന്ന് പറഞ്ഞാൽ ലഡു, സ്വീറ്റ്സ് വേണോ എന്തു വേണോന്ന് പറഞ്ഞാൽ അന്നേരം അത് തരും. ഇതിൽ കൂടുതൽ ഒരു എന്താ പറയുന്ന ഒരു ആശ്ചര്യമുണ്ടോ? അങ്ങനെയുള്ളത് തനിക്ക് സ്വന്തമാകേണ്ടേ? എത്ര ചിത്രം എത്രയോ ഹോമധേനുവിൻ മഹത്വങ്ങൾ ഇത്തരമുള്ള പശുരത്നം ഇങ്ങടങ്ങേണം. ഇത് എനിക്ക് എന്റേതായി തീരണം ഈ പശു എന്നു ചിന്തിച്ച് ദൂതന്മാരെയും നിയോഗിച്ചു ചെന്നവർ പശു തന്നെ പിടിച്ചു വത്സത്തോടും വേഗേന കൊണ്ടുപോന്ന് നൃപനു നൽകിടിനാൻ. ആഗമിച്ചു രാമനാശ്രമ നേരം വാർത്തകൾ കേട്ടു കോപിച്ചപ്പോഴേ പുറപ്പെട്ടു ചീർത്തോരോ പരശുവും എടുത്തു നടകൊണ്ടാൻ. ഇദ്ദേഹം കൊട്ടാരത്തിൽ വന്നു. കാർത്തികവീരൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു, എത്രയും വേഗം പോയിട്ട് ഏത് വിധത്തിലെങ്കിലും കാമധേനുവിനെ പിടിച്ചുകൊണ്ടുവന്ന് തന്റെ സ്വന്തമാക്കണം. രാജകൽപ്പനയല്ലേ. ഭടന്മാര് പോയി ചെന്ന് പശുവിനെയും അതിന്റെ കുട്ടിയെയും കൂടി പിടിച്ചു. ആ കുട്ടിയുടെ കരച്ചില് ജമദഗ്നിയെ വിട്ടുപോകുന്നതിലുള്ള, ഉടമസ്ഥനെ വിട്ടുപോകുന്നതിലുള്ള കാമധേനുവിന്റെ കരച്ചില്, ആ പശുവിന്റെയും പശുക്കുട്ടിയുടെയും കരച്ചില് ഈ കാർത്തികവീരാർജുനന്റെ ഭടന്മാർക്ക് ബാധകമായില്ല. ചങ്കുരുകിപ്പോയി ജമദഗ്നിയുടെ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ. കാരണം ഹൃദയമുള്ളവൻ ആ കരച്ചിൽ താങ്ങാൻ സാധിക്കുകയില്ല. കഠിന ഹൃദയരായിട്ടുള്ളവർക്ക് ആ കരച്ചില് ഒരു സുഖമായിട്ട് തോന്നും. ജമദഗ്നിയുടെ ചങ്ക് പിടഞ്ഞുപോയി. അദ്ദേഹം വിഷമിച്ചു. അദ്ദേഹം നിലവിളിച്ചു, കൊണ്ടുപോകരുതെന്ന് പറഞ്ഞെങ്കിലും ഭടന്മാര് അതിനെ ബലമായിട്ട് കൊണ്ടുപോയി. ഈ സമയത്ത് ഭഗവാൻ പരശുരാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റാവശ്യങ്ങൾക്കായിട്ടെന്തോ വെളിയിൽ പോയൊരു സമയമായിരുന്നു. അദ്ദേഹം ഈ സംഭവം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അദ്ദേഹം വാർത്തകളൊക്കെ കേട്ടു. തന്റെ അച്ഛനെ ശാരീരികവും മാനസികമായി ഉപദ്രവിച്ചുകൊണ്ട് കാർത്തികവീരന്റെ ഭടന്മാർ വന്ന് തന്റെ വീട്ടിൽ നിന്ന് കാമധേനുവിനെ അതിന്റെ കുട്ടിയെ ബലമായി അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഈ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹം മനസ്സിൽ ഉറച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദിവ്യായുധമായ ആ മഴു, ആ പരശുവിനെ എടുത്തുകൊണ്ട് മാഹിഷ്മതി നോക്കി അദ്ദേഹം പുറപ്പെട്ടു. ചേർത്തൊരു പരശുവും എടുത്ത് നടകൊണ്ടാൻ ചെന്നുടൻ മാഹിഷ്മതി മുക്കിതു കണ്ട നേരം മന്നവനയച്ചിതു 17 അക്ഷൗഹിണികളെ, ഒന്നും രണ്ടുമല്ല 17 അക്ഷൗഹിണികളെ അദ്ദേഹം അയച്ചു. അശ്വരധാദിയാം സൈന്യങ്ങളെല്ലാം രാമൻ എത്രയും വേഗത്തോടെ കൊന്ന് ഒടുക്കിനാൻ. 17 അക്ഷൗഹിണിപ്പടയും നശിച്ചപ്പോൾ അതികോപേന പുറപ്പെട്ടിതോ കാർത്തവീര്യൻ. ഭഗവാൻ പരശുരാമനോട് എതിർക്കാൻ അക്ഷൗഹിണികളെ അയച്ചു. ഒരൊറ്റയ്ക്ക് ഒരാളല്ലേ വന്നിരിക്കുന്നത്? ഒരക്ഷൗഹിണി പോരായിരുന്നു? അല്ല, യുദ്ധമല്ല അവിടെ പ്രാധാന്യം. തന്റെ ശത്രുവിനെ നിശേഷമില്ലായ്മ ചെയ്യാൻ 17 അക്ഷൗഹിണിയും പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അപ്പൊ അതിന് ഒരു സാഹസം, അധികം ജിതശ്രമം, അധികം താമസമില്ലാതെ ജയിക്കാനാണ് 17 അക്ഷൗഹിണിയും വിട്ട്. പക്ഷെ ഭഗവാൻ പരശുരാമൻ തന്റെ കുഠാരം കൊണ്ട് 17 അക്ഷൗഹിണിയെ ഇല്ലാതാക്കി. 17 അക്ഷൗഹിണി പടയിൽ നശിച്ചപ്പോൾ അതികോപേന പുറപ്പെട്ടിതോ കാർത്തവീര്യൻ. പിന്നെയുണ്ടായ യുദ്ധവും എങ്ങനെ ചൊല്ലുന്നു ഞാൻ. മന്നവൻ തന്നെ രാമൻ വധിച്ചാൻ ജിതശ്രമോ. ശേഷിച്ച സൈന്യങ്ങളുമൊക്കെ കൊന്നു രാമൻ ഘോഷിച്ച് പശുവിനെ കൊണ്ടിങ്ങ് പോന്നിടാൻ. വൃത്താന്തം കേട്ട് ജമദഗ്നിയോ ചൊല്ലിടിന.
ആ